അങ്ങനെ ഞാൻ മക്കളോട് ഞാൻ പറഞ്ഞു. അപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങളെടുക്കാം, അപ്പന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് പുലർച്ചയ്ക്ക് 4 മണിക്ക് ഞാൻ പത്രത്തിന് 3:30 എണിക്കും. 4 മണിക്ക് എണിച്ച് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലും. വൈകിട്ട് സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ പ്രാർത്ഥന ചെല്ലും. മെഴുതിരി കത്തിച്ച് 2 നേരം മുട്ടിപ്പായിൽ പ്രാർത്ഥിക്കും. 45-ാം ദിവസം എനിക്കതിൻ്റെ ഫലം ഉണ്ടായി. ഞാനൊരു 2 മണിയാവും എൻ്റെ ജോലി കഴിഞ്ഞ് പത്രത്തിൻ്റെ വിതരണം ചെയ്ത് ദിവസം കിട്ടുന്ന ചിലവരെന്ന് ദിവസം കാശ് പിരിക്കണം. അതൊക്കെ പിരിച്ച് 2 മണിയാകുമ്പോഴാണ് ഞാൻ വീട്ടിലെത്തുക. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് ലേശം നേരം 5 മിനിറ്റ് തന്നെ വിശ്രമിക്കും. അങ്ങനെ ഞാൻ 2:30-ക്ക് കിടന്നു. 2:30-ക്ക് കിടന്നിട്ട് ലേശം കഴിഞ്ഞമ്മ കണ്ണടച്ച് ഇരുന്നപ്പോൾ ഒരു അമ്മാമ്മ എന്നെ വന്ന് മോനെ എഴുന്നേൽക്ക്, ഉറങ്ങല്ലേ എനിക്കാൻ പറഞ്ഞു. ഒരു മുണ്ടും ചട്ടയും എടുത്തിട്ടുള്ള വെളുത്തിട്ടുള്ളൊരു അമ്മ, ശുഭവസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു അമ്മ വന്നിട്ട് എന്നെ തട്ടി വിളിച്ചു, മോനെ എഴുന്നേൽക്ക്. ഞാൻ കണ്ണു തുറന്ന് നോക്കി, ആരും കാണാനില്ല, ഒരാളുമില്ല. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചു. പിന്നെ നോക്കിയപ്പോൾ പറഞ്ഞു, പിന്നെ രണ്ടാമത് ഞാൻ കിടന്നു. അപ്പോൾ മോനെ എഴുന്നേൽക്ക്, ഇന്ന സ്ഥലത്ത്